ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈദ് വ്ളോഗാണ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ആദ്യമായി രാവിലെ എണീറ്റു, എക്സസൈസൊക്കെ കഴിഞ്ഞു, ഒരു ചിയാ സീഡ് ഇട്ട് വെള്ളം വെറും വയറ്റിൽ തന്നെ കുടിക്കുക. ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മാവെടുത്ത് കുഴക്കാൻ വെച്ചിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുക. വെള്ളം നല്ലോണം തിളച്ച് കുറച്ച് ഗ്രീൻ ടീക്ക് വെള്ളം മാറ്റണം. ഗ്രീൻ ടീക്ക് ചിയാ സീഡ് കുടിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കും. വെള്ളം തിളച്ച് വന്നു, നമുക്ക് മാവിലോട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ലപോലെ വെള്ളം ചൂട് വെള്ളത്തിനകത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പോഴത്തേനെല്ലാം കുഴച്ചെടുത്ത് ഇനി ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നു. തേങ്ങ തിരുമ്മി ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ ടീയും കുടിച്ച് തീർക്കണം. ചായ ഉണ്ടാക്കാനായിട്ട് പാലും വെള്ളവും കൂടെ തേയിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. തീർത്തിച്ച് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ബിരിയാണിക്ക് വേണ്ടി ഇന്നലെ കഷ്ണം പീസാക്കിയിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാവിലെ എടുത്ത് അതൊന്ന് ഒരു 3-4 വിസിൽ കേൾപ്പിക്കാം. ഈ ദം ബിരിയാണി വയ്ക്കാൻ വേണ്ടി വലിയൊരു ചരുവത്തിനകത്ത് തോന്നി വെള്ളം എടുത്തിട്ടുണ്ട്, ഊറ്റിയെടുക്കാനാണ്. അപ്പോൾ അതിനകത്തൊരു 4 ഈ ഒരു പൂ കണക്കിരിക്കുന്ന സാധനം, അതിൻ്റെ പേരൊന്ന് ഇട്ടോ കമൻറ്റ് ചെയ്തു. പിന്നെ ജാതിപത്രി, കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി മുന്നോട്ട് ഇരിക്കണം ഉപ്പ്, എന്നാലേ നമുക്ക് ചോറിന് കറക്റ്റ് ഉപ്പ് കിട്ടും. കുറച്ച് ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കൈമാ റൈസ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റും ആയത്. മറ്റേ വലിയ അരിയേക്കാളും ഇവിടെ മക്കൾക്കൊക്കെ ഇതാ ഇഷ്ടം. ഇടിയപ്പം എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താണെന്ന് വലിയ പെരുന്നാളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം. സമയം 6:45. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാൻ സമയമായി. അവരിരുന്ന് കഴിക്കാൻ പോവാണ്. രാവിലെ കൊടുത്തിട്ട് വിടുന്നത് പള്ളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ കൊടുക്കുന്നത്. ദം ബിരിയാണി വെക്കാൻ വേണ്ടി നമ്മൾ ചോറ് ഊറ്റിയെടുത്ത പാത്രം തന്നെ എടുത്ത് അത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ, വെള്ളമൊക്കെ വറ്റി ചൂടാകുമ്പോൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 4 സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. 4 സവാളയാണ്. 1 കിലോ അരിയാണ് ചോറ് വയ്ക്കാം. 4 സവാളയാണ്. 1 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ബീഫും എടുത്തിട്ടുണ്ട്. ബീഫ് കുക്കറി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് വേണ്ട, അങ്ങനെ എടുത്തത്. 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ 2 ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ല 1 സ്പൂണ്, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ച്, വലിയ എരിവേണ്ട വേണ്ട, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതിൽ. നല്ലപോലെ മിക്സ് ചെയ്യും. പിന്നെ ഒരു 4 തക്കാളിക്ക ഇട്ട് കൊടുക്കണം. വലിയതല്ല, ഒരു ചെറിയ മീഡിയം സൈസാണ്. 4 ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ബീഫിലൊക്കെ നല്ല ഉപ്പുണ്ട്, എന്നാലും ഇതിനരപ്പിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് തൈര്, കട്ട തൈര് 2-3 സ്പൂണ്. എന്നിട്ട് നമ്മൾ പുളി നോക്കണം. പുളി നോക്കിയതിന് ശേഷം ബാക്കി ഒഴിക്കാവും.
ഉപ്പും പുളിയും എല്ലാം നോക്കണം. ഈ ഒരു ഇനി നമുക്ക് അതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഒഴിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് ബീഫിൽ നിന്നാലും അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. ഇതൊന്നും വേണ്ട, വലിയ വെള്ളമൊന്നും വേണ്ട. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ വലിയ ഞങ്ങൾ പള്ളി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. വലൈക്കും അസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ട് മക്കളും പള്ളിയിലോട്ട് പോവുകയാണ്. ഇനി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കിസ്മിസും കൂടെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് സവാള 2 ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനൊക്കെ ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചൂടാവട്ടെ. അതിലോട്ട് കുറച്ച് സവാള 2 സവാള ഉണ്ടായാലും കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. അടുത്ത പാചകം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പും ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ദമ്മിടുന്ന എങ്ങനെയാണ്, അതിനകത്തുള്ള മസാലയൊക്കെ ഞാൻ കോരി മാറ്റിയിട്ട് കുറച്ച് അരപ്പിരുന്ന് അതിനകത്തോട്ട് ചോറ് ഞങ്ങൾ ഇട്ട് കൊടുക്കും. അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. മസാല കുറച്ച് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നും ഒരേ ടൈപ്പ് ചെയ്താലോ, ഇന്നിത്തിരി വ്യത്യസ്തമാവാമെന്ന് വിചാരിച്ച് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് ചോറ് ഇടാം. ഇതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ വറുത്തെടുത്ത ഉള്ളിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കളറ് നല്ല കളറാണ്. ഇതിലെത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നല്ല കളറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം മുകളിലിടാൻ. അതിൻ്റെ മുകളിലും കുറച്ച് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെ അത് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇരുന്ന് കുറച്ച് മസാല ഉണ്ട്, അതും അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മേളിൽ നിന്ന് ഈ മസാലയുടെ ഇത് പിടിച്ചങ്ങിറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റായി ചോറിലൊക്കെ. ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ബാക്കി വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുത്താൽ മതി. മൊത്തം ഇട്ട് കൊടുക്കണം. ബാക്കി അതിനകത്ത് കുറച്ച് നെയ്യുടേതുണ്ടായിരുന്നു. അതിൽ നിന്ന് ഊറി വന്ന നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അതിന് വേണ്ടി വെക്കണം. കുറച്ച് വെച്ചിട്ടുണ്ട്, അത്രയും മതി. ഇനി കുറച്ച് നെയ്യ്, നമ്മളെല്ലാം നെയ്യൊക്കെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഗരം മസാല പൊടിയൊന്ന് തൂക്കി കൊടുക്കണം. ഒരു മണത്തിനും ഒക്കെ വേണ്ടി നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരിത്തിരി എല്ലാത്തിലും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്.
കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്തോട്ട് ഇച്ചിരി മിൽക്ക് മെയ്ഡ് കൂടെ വേണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് മിക്സ് ആക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കാം. കുറച്ച് പൈനാപ്പിൾ എസൻസ്, പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. പൈനാപ്പിൾ എസൻസാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. നല്ലൊരു മണമൊക്കെ കിട്ടും. പിന്നെ കുറച്ച് ബിരിയാണി എസൻസ് നമുക്ക് മേടിക്കാൻ കിട്ടും. ബിരിയാണി എസൻസ്, പിന്നെ റോസ് എസൻസ്, ഇതെല്ലാം ഇച്ചിരിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് അടിയിലൊരു വേറെ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ച് നമുക്ക് ദമ്മിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കണം. ഇനി ദമ്മ് നമുക്ക് പൊട്ടിക്കാം. ഇനി ഇതിനെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. ദം പൊട്ടിച്ചു, ഇനി മിക്സ് ചെയ്തെടുക്കണം. ബിരിയാണി ഇവിടെ റെഡിയായി. നമ്മളൊരു പാത്രത്തേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പെരുന്നാൾ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? സൂപ്പർ ടേസ്റ്റ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണമെങ്കിൽ ഫീഡ്ബാക്ക് തന്നെ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, സപ്പോർട്ട് എല്ലാം ചെയ്യാൻ. ടാറ്റ ഓൾ ഫ്രണ്ട്സ്.